മുഴുപട്ടിണിയിൽ ജീവിച്ചുകൊണ്ടിരുന്ന കപ്പിൾസിനാണെങ്കിൽ അവർ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു തരുന്ന ഒരു ടീപോട്ട് കിട്ടുന്നു. പിന്നീട് എന്തൊക്കെയായിരിക്കും സംഭവിച്ചിട്ടുണ്ടാകുക? അപ്പം നമ്മളിന്ന് കാണാൻ പോകുന്നതെന്ന് വെച്ചാൽ 2012 റിലീസ് ചെയ്ത ദ ബ്രാസ് ടീപോട്ട് എന്ന് പറഞ്ഞ സിനിമയാണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അങ്ങനെ ഈ സിനിമ നമ്മളെ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു കപ്പിളായിട്ടുള്ള ജോണിനെ ആലിസയാണ്. അവരുടെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും മോശമായിരുന്നു. ഡെയിലിയുള്ള ഭക്ഷണത്തിൻ്റെ പോലും പൈസ കഷ്ടപ്പെട്ടായിരുന്നു അവർ കണ്ടെത്തിക്കേണ്ടി വരുന്നത്. ജോൺ ആണെങ്കിൽ ഒരു ടെലിമാർക്കറായിട്ടായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ അവനെയാണെങ്കിൽ ബോസിന് ഇഷ്ടമില്ലായിരുന്നു. കാരണം അവൻ്റെ പെർഫോമൻസ് ഭയങ്കര ശോകമായിരുന്നു. ഒരു ദിവസം ബോസ് വന്നിട്ട് അവനോട് പറയും ഇനിയെല്ലാം ടാർഗറ്റ് അവൻ കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ ഉടനെ തന്നെ ജോലിയിൽ നിന്ന് പുറത്താക്കുമെന്ന്. ഇതേസമയം ആലീസ് ആണെങ്കിൽ ഓരോ ദിവസം ഓരോ ജോലിക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കും. പക്ഷേ എല്ലാ ഇൻ്റർവ്യൂവിലും അവൾ ഫെയിൽ ആയിക്കൊണ്ടേയിരിക്കും. ഒരു ദിവസമാണ് അവളുടെ ക്ലാസ്മേറ്റ് ആയിട്ടുള്ള ആർണി ആണെങ്കിൽ അവളോട് വീടിൻ്റെ വാടക ചോദിക്കാൻ വരുന്നത്. പക്ഷേ അവളുടെ അവസ്ഥ കാണുമ്പോഴത്തേക്കും അവനാണെങ്കിൽ അത്ഭുതം തോന്നും. കാരണം ക്ലാസ്സിലെ ഏറ്റവും ടോപ്പായിട്ട് പഠിച്ചവളാണെങ്കിൽ ഇപ്പോൾ 5 പൈസ കയ്യിലില്ലാതെ ഇരിക്കുന്നത്. അവനാണെങ്കിൽ റെൻറ്റ് മേടിക്കാതെ പോകത്തില്ലെന്ന് കാണുമ്പോഴത്തേക്കും അവളാണെങ്കിൽ അവളുടെ കയ്യിലുള്ള ചെക്ക് അവന് കൊടുത്ത് അവനെ ഒഴിവാക്കി വിടും. പോകുന്ന വഴിക്കാണ് ജോൺ തിരിച്ചു വരുന്നത് കണ്ടിട്ട് ഇവനാണെങ്കിൽ ചെന്ന് അവനെ കളിയാക്കി വിടുന്നത്. ഇപ്പോഴും സൈക്കിളിലാണോ നടക്കുന്നതെന്ന് ചോദിച്ച്. അന്ന് വൈകുന്നേരമാണ് ആലീസ് ആണെങ്കിൽ അക്കൗണ്ടൊക്കെ ചെക്ക് ചെയ്തിട്ട് അവനോട് പറയുന്നത് ഫുൾ പൈസ തീർക്കും, ഉടനെ തന്നെ ജോലി കണ്ടെത്തിയേ പറ്റത്തുള്ളൂ. അന്ന് രാത്രി ഇവരാണെങ്കിൽ ഇവരുടെ ഒരു എക്സ് ക്ലാസ്മേറ്റിൻ്റെ പാർട്ടിക്ക് പോയിട്ട് അവിടെ നിന്ന് ഫ്രീ ആയിട്ട് ഡ്രിങ്ക്സ് ഒക്കെ കുടിക്കും. അത് കഴിഞ്ഞ് രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോഴത്തേക്കിനും കഴിക്കാൻ ഫുഡൊന്നും ഇല്ലാത്ത കാണുന്നത്. അങ്ങനെ ഉള്ള പൈസ നുള്ളിപ്പെറുക്കി ഫുഡ് മേടിക്കാൻ പോകുന്നിടത്താണ് ഒരു ട്രക്ക് വന്ന് ഇവരെ ഇടിക്കുന്നത്. അങ്ങനെ അവരാണെങ്കിൽ ആ പ്രശ്നത്തിൽ ഇറങ്ങി നിൽക്കുമ്പോഴത്തേക്കിനും വേണം ദൂരെയായിട്ട് പ്രായമുള്ള സ്ത്രീയാണെങ്കിൽ സ്വർണ്ണ നിറമുള്ള ടീപോട്ട് എടുത്തുകൊണ്ട് പോകുന്ന കാണുന്നത്. അതത്രയ്ക്ക് ഭംഗി ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ആലീസ് ആണെങ്കിൽ അത് ചെക്ക് ചെയ്യാൻ വേണ്ടി പോകും. അങ്ങനെ ആ ആൻറ്റിക് സ്റ്റോറിൻ്റെ അകത്ത് കയറുമ്പോഴത്തേക്കിനും ആ പ്രായമുള്ള സ്ത്രീ വന്ന് ഇവളോട് കാര്യം ചെയ്യും. അന്നേരമാണ് ഇവൾ പറയുന്നത് സാധനങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ട് മേടിക്കാൻ വേണ്ടി വന്നതാണ്. ഇതേ സമയത്ത് ആ സ്ത്രീക്കാണെങ്കിൽ ഒരു കോൾ വന്നങ്ങോട്ട് പോകുന്ന സമയം നോക്കി ഇവളാണെങ്കിൽ ഓടിച്ചെന്നാൽ ടീപോട്ട് അടിച്ച് മാറ്റിക്കൊണ്ട് വെളിയിലേക്ക് വരും. പിന്നീട് തിരിച്ച് ശരിയാക്കിയ വണ്ടി വന്നിട്ട് ആലീസ് ആണെങ്കിൽ പെട്ടെന്ന് അവനോട് വണ്ടി എടുത്ത് പോകാൻ വേണ്ടി പറയും. പോകുന്ന വഴിക്കാണ് ഇവിടെ ഇരിക്കുന്ന ടീപോട്ട് കണ്ടിട്ട് അവൻ പറയുന്നത് അതൊരിക്കലും മോഷ്ടിക്കാൻ പാടില്ലായിരുന്നു. പക്ഷേ ഇപ്പോഴാണെങ്കിൽ അതിൻ്റെ ബ്യൂട്ടി തന്നെ ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുമായിരുന്നു. പിറ്റേന്ന് ജോൺ ആണെങ്കിൽ ഓഫീസിൽ പോയ ശേഷം ആലീസ് ആണെങ്കിൽ ഓരോ കമ്പനി വിളിച്ച് വേക്കൻസി ഉണ്ടോ ചോദിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അവൾ ഹെയർ സ്ട്രൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. പെട്ടെന്നാണ് അവളുടെ ശ്രദ്ധ പോയിട്ട് തല പൊള്ളുന്നത്. ഉടനെ തന്നെ ടീപോട്ടാണെങ്കിൽ ഒരു സൗണ്ട് ഉണ്ടാക്കും. ഇവിടെ ചെന്ന് നോക്കുമ്പോഴത്തേക്കിനും അതിൻ്റെ അടുത്ത് പൈസ കിടക്കുന്നത്. അവൾക്ക് ആദ്യം കാര്യം പിടികിട്ടത്തില്ല. പിന്നീട് അവൾക്ക് തോന്നും അവൾ സ്വയം വേദനിപ്പിച്ചുകൊണ്ടായിരിക്കും ഈ പൈസ വന്നതെന്ന്. അങ്ങനെ അത് പരീക്ഷിക്കാൻ വേണ്ടി അവളാണെങ്കിൽ സ്ട്രൈറ്റ്നർ കൊണ്ട് വീണ്ടും ദേഹം പൊളിക്കും. പെട്ടെന്നാണ് ടീപോട്ടിൽ നിന്ന് ഒരുപാട് പൈസകൾ വരുന്നത്. പിന്നീട് അവളൊന്നും നോക്കത്തില്ല, മാക്സിമം സ്വയം വേദനിപ്പിക്കാൻ വേണ്ടി അവിടെ നോക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ വേദനിപ്പിക്കുന്ന അനുസരിച്ച് അവിടെ പൈസ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇതേസമയം ജോണിനെ ആണെങ്കിൽ ആ ഓഫീസിൽ നിന്ന് അവൻ്റെ ബോസ് പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു. കാരണം അവനൊരു നല്ല സെയിൽസ്മാൻ അല്ലെന്ന് പറഞ്ഞ്. ജോണാണെങ്കിൽ വിഷമിച്ച് തിരിച്ച് വീട്ടിൽ വരുമ്പോഴത്തേക്കിനും അവിടെ സാധനങ്ങളെല്ലാം വലിച്ചു വാരിയിട്ടേക്കുന്ന കാണാം. അവനാണെങ്കിൽ പേടിച്ച് പോയി റൂമിൽ നോക്കുമ്പോഴേക്കും ആലീസ് ആണെങ്കിൽ അടി കൊണ്ടുപോലെ കിടക്കുന്നുണ്ടായിരുന്നു. അവൻ കാര്യം ചെയ്യുമ്പോഴേ അവൾ പറയും ഒരു കുഴപ്പമില്ല, ഇപ്പോൾ അവൾക്ക് ഏറ്റവും സന്തോഷം എന്നൊക്കെ. അന്നേരമാണ് ആലീസ് ഈ പോട്ട് എടുത്ത് കാണിച്ചിട്ട് പറയുന്നത് നമ്മൾ സ്വയം വേദനിപ്പിക്കുകയാണെങ്കിൽ ഈ പോട്ട് പൈസ ഉണ്ടാക്കുന്നു. എന്നിട്ട് അവളാണെങ്കിൽ ആദ്യം തന്നെ അവൻ്റെ ഒരു അടി കൊടുത്തിട്ട് അതിൻ്റെ അകത്തുനിന്ന് പൈസ എടുത്ത് കാണിക്കും. പക്ഷെ അവനാണെങ്കിൽ ഇതൊന്നും കണ്ടിട്ട് വിശ്വാസം വരുന്നില്ലായിരുന്നു. അന്നേരമാണ് ഇവൾ രണ്ടാമതൊരു അടി കൊടുത്തിട്ട് ആ പോട്ടിൽ നിന്ന് തന്നെ പൈസ ഇറങ്ങി വരുന്നത് കാണുന്നത്. അന്നേരമാണ് അവന് കാര്യം പിടികിട്ടുന്നതും പിന്നീട് അവരാണെങ്കിൽ മടുക്കുന്നിടം വരെ അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതും. പക്ഷേ അതെല്ലാം കഴിയുമ്പോഴത്തേക്കും അവനാണെങ്കിൽ എവിടേക്കും ഒരു വിഷമം തോന്നും. കാരണം ഇത് അപകടമാണെന്നും അല്ലെങ്കിൽ അത്ര സേഫ് അല്ല തോന്നും. അതുകൊണ്ട് തിരിച്ചു കൊടുത്താലോ എന്ന് പറയുമ്പോഴത്തേക്കും ആലീസ് ആണെങ്കിൽ എന്നെ സമ്മതിക്കത്തില്ല. പക്ഷേ പിറ്റേ ദിവസം ആലീസ് എഴുന്നേറ്റ് നോക്കുമ്പോഴത്തേക്കിനും അവനെ കാണുന്നില്ലായിരുന്നു. അവനാണെങ്കിൽ ആ പോട്ടുമായിട്ട് പഴയ ആൻറ്റിക് ഷോപ്പിൽ ചെന്നായിരുന്നു. പക്ഷേ ആ ഷോപ്പ് അടച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് ഇവനാണെങ്കിൽ അത് കൊണ്ടുപോയാണെങ്കിൽ ഒരു ആൻറ്റിക് റോഡ് ഷോയിൽ കൊണ്ടുപോയി പ്രദർശനം ചെയ്യും. ഈ ഷോ ആണെങ്കിൽ ഡോക്ടർ ലിങ് എന്ന് പറഞ്ഞൊരു സയൻറ്റിസ്റ്റ് കണ്ടുകൊണ്ടിരിപ്പുണ്ടായിരുന്നു. അവനാണെങ്കിൽ ഇത് കണ്ടിട്ട് ഷോക്കായിട്ട് ഉടനെ തന്നെ ജോണിനെ മീറ്റ് ചെയ്യാനുള്ള പ്ലാൻ ചെയ്യും. പിന്നീട് വീട്ടിൽ വന്ന ശേഷം ജോണും ആലീസും കൂടെ തീരുമാനിക്കും ഇവരുടെ കളവൊക്കെ തീർന്ന ഇവരാഗ്രഹിച്ച ലൈഫ് കിട്ടുന്നിടം വരെ ടീപോട്ട് വിൽക്കുന്നില്ല. അങ്ങനെ ഇവരാണെങ്കിൽ ഓരോ വഴി കൂടെ സ്വയം വേദനിപ്പിച്ചുകൊണ്ടിരിക്കും. ടാറ്റു അടിച്ചും പല്ല് പറിക്കാൻ പോയൊക്കെ കിട്ടുന്ന പൈസ എല്ലാം അവർ ഒളിപ്പിക്കാൻ വേണ്ടി തുടങ്ങും. കാരണം അത് ബാങ്കിലിടാൻ പറ്റത്തില്ലായിരുന്നു, സോഴ്സ് കാണിക്കേണ്ടി വരും. പിന്നീട് ഒരു ദിവസം അവരാണെങ്കിൽ ആലീസിൻ്റെ അമ്മേനെയും ചേച്ചീനെയും ഭർത്താവിനെയൊക്കെ വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോകും. അവരെല്ലാം കൂടി ഒരുമിച്ച് സന്തോഷമായിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിനുമാണ് ആലീസിൻ്റെ അമ്മ പെട്ടെന്ന് ഇവൻ ഇത്രയും പൈസ ഇവിടുന്ന് ഉണ്ടായെന്ന് ചോദിക്കുന്നത്. അന്നേരമാണ് ഇവൻ പറയുന്നത് പണ്ട് ഇവൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെയൊക്കെ ലാഭം ഇപ്പോൾ വന്നതാണ്. പിന്നീട് ഇവരാണെങ്കിൽ വീണ്ടും പൈസ ഉണ്ടെങ്കിൽ നല്ല റിച്ച് ആയിട്ടിരിക്കുമ്പോഴത്തേക്കിനുമാണ് ഹാരി പോട്ടറിൻ്റെ വേഷത്തിൽ 2 ആൾക്കാർ വന്ന് ജോണിനെ ഇടിച്ചിടുന്നത്. എന്നിട്ട് ഇവർ പറയും ഇവർക്ക് കുടുംബസ്വത്തായിട്ട് കിട്ടിയത് ആ ടീപോട്ട് ഇവരുടെ വലിയമ്മയായിരുന്നു ആ കട നിന്നതെന്നും അവരാണെങ്കിൽ 2 ദിവസം മുമ്പ് മരിച്ചുപോയി. ഇപ്പോൾ ഇവർ വന്നേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പരിസ്ഥിതി കൂടെ ഇവൻ്റെ കയ്യിൽ ആ ടീപോട്ടെന്ന് കണ്ടുകൊണ്ട് ആ ടീപോട്ട് തിരിച്ചു മേടിക്കാനാണ്. ആലീസ് ആണെങ്കിൽ ഈ സമയത്ത് ആ ടീപോട്ട് ഒളിപ്പിച്ച ശേഷം അവരോട് പറയും അവരാണെങ്കിൽ ആ ടീപോട്ട് വിറ്റു കണ്ട് അതിൽ നിന്ന് കിട്ടിയ പൈസ കയ്യിലോട്ടെന്ന് പറഞ്ഞ് ഇവർ കുറേ ദിവസങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയ കുറേ പൈസ ആണെങ്കിൽ അമാരെ കൊടുത്ത് വിടും. അമാരാണെങ്കിൽ ഇതും വിശ്വസിച്ചങ്ങ് തിരിച്ചു പോകും. പിന്നീട് ജോൺ പറഞ്ഞിട്ട് ഇവരാണെങ്കിൽ ആ ടീപോട്ടിനെ പറ്റി അന്വേഷിക്കുമ്പോൾ ലൈബ്രറി പോകും. അത് വായിക്കുമ്പോഴത്തേക്കിനാണ് ആലീസിന് പിടികിട്ടുന്നത് ടീപോട്ട് ഡേഞ്ചർ ആയിരുന്നു കൊടുത്തിരുന്നത്. പക്ഷേ ആലീസ് ആണെങ്കിൽ ജോൺ കാണാതെ ആ പേപ്പർ കീറി അവളുടെ കയ്യിൽ ഒളിപ്പിച്ച് പിടിക്കും. പിന്നീട് മാസങ്ങൾ കഴിയുമ്പോഴത്തേക്കിനും ഇവരാണെങ്കിൽ ഇവർ ആഗ്രഹിച്ച വീടും കാറും എല്ലാം സ്വന്തമാക്കും. അത് കഴിഞ്ഞ് ഫ്രണ്ട്സിനെ എല്ലാം അവരുടെ ഹൗസ് പാർട്ടിയിലേക്ക് വിളിക്കും. അങ്ങനെ ആവശ്യപ്പെട്ടിരിക്കുമ്പോഴത്തേക്കിനുമാണ് ഡോക്ടർ ലിങ് ആണെങ്കിൽ അവരുടെ വീട്ടിലേക്ക് വരുന്നതും അവൻ ആ പരസ്യം കണ്ടു വരുവാന്നും ആ ടീപോട്ട് മേടിക്കാൻ ആഗ്രഹമുണ്ടെന്നും പറയും. അന്നേരമാണ് ജോണും ആലീസും കൂടെ വന്നിട്ട് അവനോട് പറയുന്നത് അവരാണെങ്കിൽ ആ പോട്ട് വിറ്റെന്നും. പക്ഷേ ഇവന് കാര്യം അറിയാവുന്നതുകൊണ്ട് ഇവൻ പറയും അത് കൂടുതൽ അപകടമാകുന്നതിന് മുന്നേ തന്നെ ഇവൻ്റെ കൈമാറണം, ഇല്ല ഇവരുടെ ആപത്താന്ന്.
ഇത് കേൾക്കുന്ന ആലീസിനും ജോണിനും ഇതൊന്നും ഇഷ്ടപ്പെടത്തില്ല. അവർ രണ്ടുപേരും കൂടെ അവനോട് ചൂടായിട്ട് അവനെ അവിടെ നിന്ന് പുറത്താക്കും. അന്നേരം രാത്രി വീണ്ടും പൈസ കിട്ടാൻ വേണ്ടി ആലീസ് ആണെങ്കിൽ ഇവനെ ഇടിച്ചുകൊണ്ടിരിക്കും. അന്നേരമാണ് ഇതൊക്കെ കണ്ടുകൊണ്ട് ആർണി അകത്തോട്ട് കയറി വരുന്നത്. അവനാണെങ്കിൽ ഇവരോട് ചോദിക്കും എങ്ങനെയാണ് ഇത്രയും പെട്ടെന്ന് പൈസ ഉണ്ടാക്കിയതും അതുപോലെ തന്നെ എന്തിനാ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും ഇടിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ. ഇത് കേട്ടിട്ട് ഇവർക്കാണെങ്കിൽ ഒരു ഉത്തരം പറയാൻ നിൽക്കുമ്പോഴത്തേക്കിനാണ് ഇവനാണെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് ആ പോട്ടങ്ങ് തട്ടിപ്പറിക്കുന്നതും. എന്നിട്ട് അവൻ വെളിയിലേക്ക് ഇറങ്ങി ഓടും. ഇവരും പുറകെ ഓടുന്ന കണ്ടിട്ട് അവൻ ചോദിക്കും വെറും ഒരു പോട്ടിന് വേണ്ടി തന്നെ ഇവർ ഇത്ര അങ്ങ് നെർവസ് ആകുന്നത്. അങ്ങനെ ഇവർക്ക് ആ പോട്ട് ഭയങ്കര ഇഷ്ടമാണെന്ന് കാണുമ്പോഴത്തേക്കിനും ഇവനാണെങ്കിൽ ആ പോട്ട് നിലത്തോട്ട് എറിഞ്ഞിട്ട് അതിൻ്റെ മണ്ടേ കൂടെ വണ്ടി കയറ്റിക്കൊണ്ടങ്ങ് പോകും. ഇവരാണെങ്കിൽ വിഷമിച്ച് ഓടിച്ച് നോക്കുമ്പോഴത്തേക്കിനും ആ പോട്ടിനാണെങ്കിൽ ഒന്നും പറ്റിയിട്ടില്ലായിരുന്നു. അങ്ങനെ ആലീസ് പറയും നാളെ തന്നെ ഡോക്ടർ ലിങ്ങിനെ പോയി കാണാമെന്ന്. പിറ്റേ ദിവസം അവൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കും അവൻ പറയും അവനാണെങ്കിൽ ഈ പോട്ടിന് മുഴുവൻ ഹിസ്റ്ററി പഠിച്ചതാ. ആളുകളുടെ ഉള്ളിൽ ചെറിയ തിന്മയിലും ഉണ്ടെങ്കിൽ തന്നെ ഈ പോട്ടാണെങ്കിൽ അവരെ കൺട്രോൾ ചെയ്യും. പിന്നീട് അവരെ കൊണ്ട് ഓരോ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും. ഈ പോട്ട് ഇനിയും ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആരും ഇതുവരെ സർവൈവ് ചെയ്തിട്ടില്ലെന്ന് പറയും. ഇവരുടെ ടീമാണെങ്കിൽ ഇത് ഒരുപാട് കാലമായിട്ട് റിസർച്ച് ചെയ്തുകൊണ്ടിരുന്നതാ. ഇവൻ്റെ ലഭിക്കുകയാണെങ്കിൽ ഇവന് ഇത് ആർക്കും കിട്ടാത്ത പോലെ ഒളിപ്പിച്ച് വെക്കാൻ പറ്റുമെന്ന് പറയും. പക്ഷേ ആലീസിൻ്റെ ഉള്ളിൽ അത്യാഗ്രഹം കാരണം അവൾക്കാണെങ്കിൽ കൊടുക്കാൻ തോന്നത്തില്ലായിരുന്നു. അവിടെ തൽക്കാലം അത് കൊടുക്കുന്നില്ലെന്ന് പറഞ്ഞിട്ട് വെളിയിൽ ഇറങ്ങിയിട്ട് ജോണിനോട് പറയും ഇവരുടെ മനസ്സിൽ തിന്മയൊന്നുമില്ലല്ലോ, ഇവർ നല്ലവരല്ലേ, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലെന്ന്. അന്ന് രാത്രിയാണ് ഹാരി പോട്ടറിൻ്റെ ഡ്രസ്സ് കിട്ടാന്മാരാണെങ്കിൽ വീട്ടിൽ അതിക്രമിച്ച് കയറുന്നത്. അന്നേരമാണ് ആലീസ് ആ ടീപോട്ട് വേണം കൊണ്ട് വരുന്നതും. പക്ഷേ ഉമാർക്കാണെങ്കിൽ ആ ടീപോട്ട് വേണമായിരുന്നു. പകരം ഇവരുണ്ടാക്കിയ മുഴുവൻ പൈസയും മതിയായിരുന്നു. കേൾക്കുമ്പോൾ ജോൺ അത്ഭുതം തോന്നും അവർക്ക് എന്തുകൊണ്ടാണ് ടീപോട്ട് വേണ്ടാത്തതെന്ന്. അന്നേരമാണ് അവർ പറയുന്നത് ഈ ടീപോട്ട് ഭയങ്കര ഡേഞ്ചറസ് ആണെന്നും ഇവർക്ക് അതിൻ്റെ ആവശ്യമില്ലെന്നും ഇവരുടെ വല്യമ്മ പോലും ഇതുകൊണ്ട് ഒരുപാട് അനുഭവിച്ചാന്ന്. അങ്ങനെ പറഞ്ഞാൽ അവരാണെങ്കിൽ ആ പൈസ കൊണ്ട് പോകാൻ നേരത്തെ ആലീസ് കയറി തടയാൻ നോക്കും. പക്ഷേ അമ്മാരാണെങ്കിൽ ആലീസിൻ്റെ തലക്കടിച്ച് ബോധം കെടുത്ത ശേഷം ആ പൈസയിൽ എടുത്തുകൊണ്ട് പോകും. പിറ്റേ ദിവസം രാവിലെ ആണെങ്കിൽ ആലീസ് വിഷമിച്ച് കാരണം അവനോട് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കും. അവർ ഇത്രയും കാലം ഉണ്ടാക്കിയ പൈസയൊക്കെ പോയെന്ന് പറഞ്ഞ്. അത് കഴിഞ്ഞാണെങ്കിൽ ടീപോട്ട് ഇവർ ഉദ്ദേശിക്കുന്ന പോലെ പൈസ ഉണ്ടാക്കുന്നുമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ആലീസ് ആണെങ്കിൽ ജോണിനെ നിർബന്ധിച്ച് പിറ്റേ ദിവസം തൊട്ട് പബ്ബിലേക്ക് വിടാൻ വേണ്ടി തുടങ്ങും. അവിടെ ചെന്ന് ഓരോരുത്തരുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ ചാലഞ്ച് ചെയ്ത് അവരുടെ നിന്നൊക്കെ ഇടി മേടിക്കും. അങ്ങനെ പതിയെ പൈസ വീണ്ടും ഇവർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. എന്നാൽ പോലും ഇവർ പ്രതീക്ഷിച്ചൊരു പൈസ ഒന്നും കിട്ടാതിരിക്കുമ്പോഴത്തേക്കിനുമാണ് ആലീസ് നോക്കുമ്പം അവളുടെ തൊട്ട് മുന്നിൽ വന്ന് സ്കേറ്റിങ്ങിൻ്റെ ഒരുത്തം വീഴുമ്പം ഇവളുടെ ടീപ്പൊടി പൈസ വീഴുന്ന കാണുന്നത്. അന്നേരമാണ് ഇവൾക്ക് പിടികിട്ടുന്നത് ഇവരുടെ മാത്രമല്ല തൊട്ടടുത്തുള്ളവരുടെ വേദനയിൽ നിന്നും പൈസ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇവരാണെങ്കിൽ പിന്നീട് ടാറ്റു ഷോപ്പ്, ഹോസ്പിറ്റല്, ബോട്ട്സിങ് ഇതുപോലുള്ളതൊക്കെ കാണാൻ പോയി പതിയെ പൈസ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോഴത്തേക്കിനും ജോൺ ആണെങ്കിൽ പറയും തൽക്കാലം തിരിച്ച് കൊടുത്താലോ എന്നൊക്കെ. പക്ഷേ ആലീസ് ആണെങ്കിൽ സമ്മതിക്കത്തില്ലായിരുന്നു. അവൾ പറയും അവൾക്ക് വീണ്ടും എനർജറ്റിക് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്, വീണ്ടും പൈസ ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് വഴിയെ പോകുന്ന ഒരാളെ ഇടിക്കാൻ നോക്കും. പക്ഷേ ജോൺ ആണെങ്കിൽ പെട്ടെന്ന് വെട്ടിച്ച് ആ ഇടി അങ്ങ് ഒഴിവാക്കും. അത് കഴിയുമ്പോഴത്തേക്കിനുമാണ് ആലീസ് ഇവനോട് ഒരുപാട് ചൂടായിട്ട് ഇവനാണെങ്കിൽ തോൽവിയാന്നൊക്കെ പറയുന്നത്. അത് കഴിഞ്ഞ് ഇവൾ കാറിൽ നിറങ്ങുമ്പോഴത്തേക്കിനും ആ പോട്ടിൽ നിന്ന് പൈസ വീഴുന്ന കാണും. അന്നേരമാണ് ഇവൾ ഓർക്കുന്നത് ഇതെങ്ങനെ വന്നു, ഇപ്പോൾ ആണെങ്കിൽ ആർക്കും വേദന ചെല്ലല്ലോ എന്ന് ഇവിടെ നിന്നും. അത് കഴിയുമ്പോഴത്തേക്കിനുമാണ് ഇവൾക്ക് പിടി കിട്ടുന്നത് മെൻ്റലായിട്ടുള്ള വേദനകൾക്കും പൈസ കിട്ടുന്നുണ്ടെന്ന്. അങ്ങനെ വീടിൻ്റെ അകത്ത് കപ്പിൾസ് ആണെങ്കിൽ ഇതുവരെ അങ്ങോട്ടും ഇങ്ങോട്ട് ഷെയർ ചെയ്യാതെ വെച്ച രഹസ്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. പുറന്ന് പറയുമ്പോൾ രണ്ടുപേർക്കും വിഷമമുണ്ടാക്കി കുറേ പൈസ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ ഏറ്റവും അവസാനമാണ് ആലീസ് കയറി പറയുന്നത് ഇവളാണെങ്കിൽ ആർണിയുടെ കൂടെ കിടന്നിട്ടുണ്ടെന്ന്. ഇത് കഴിയുമ്പോഴത്തേക്ക് ജോണിനാണെങ്കിൽ സഹിക്കാൻ പറ്റാത്ത പോലെ വിഷമവും ദേഷ്യവും എല്ലാം വരും. പൈസയാണെങ്കിൽ ആ പോട്ടാണെങ്കിൽ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. ദേഷ്യം വന്ന ജോണാണെങ്കിൽ ആലീസ് പറയുന്നത് കേൾക്കാതെ അവളെയും കൂട്ടിക്കൊണ്ട് നേരെ ആർണിയുമായിട്ട് ഉടക്കുണ്ടാക്കാൻ വേണ്ടി പോകും. അവിടെ ചെല്ലുമ്പോഴത്തേക്കിനും ആർണിയുടെ കൂടെ അവൻ്റെ ഗേൾ ഫ്രണ്ടായിട്ടുള്ള ബ്രാൻഡി ഉണ്ടായിരുന്നു. ജോണാണെങ്കിൽ എല്ലാം വിളിച്ച് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കിനും അവർ തമ്മിൽ ഒരു ഉടക്കം. ദേഷ്യം വന്ന ആർണിയാണെങ്കിൽ ജോണിൻ്റെ കയറി തല്ലും. ഉടനെ ആലീസ് ആണെങ്കിൽ ജോണിനെ എഴുന്നേൽപ്പിക്കാൻ പോകുന്ന സമയം നോക്കി ഇവൻ്റെ ശ്രദ്ധ ആ പോട്ടിലേക്ക് പോകും. ഇവനാണെങ്കിൽ പോട്ട് എടുത്ത് നോക്കുമ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് പൈസയും കാണും. ഇവൻ കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുമ്പോഴത്തേക്കിനുമാണ് ആലീസ് വന്ന് അതും മേടിച്ച് ജോണിനെ കൊണ്ട് തിരിച്ചങ്ങ് പോകുന്നത്. അങ്ങനെ ഇതുവരെ പറയാൻ രഹസ്യങ്ങളെല്ലാം അവർ തമ്മിൽ കൈമാറി കഴിയുമ്പോഴത്തേക്കും ഇനി ബാക്കിയുള്ളവരുടെയും കൂടെ കല്യാണം കുളവാക്കിയിട്ട് പൈസ ഉണ്ടാക്കാൻ ഇവർ തീരുമാനിക്കും. അതിനാദ്യം തന്നെ തൊട്ടടുത്തുള്ള അയൽവാസികളുടെ അടുത്തേക്ക് പോവുകയും അവിടെ ചെന്നിട്ട് അവൻ്റെ പട്ടി മരിക്കാൻ കാരണം അവൻ്റെ ഭാര്യ എന്ന് പറയും. അങ്ങനെ അവർ തമ്മിൽ ആദ്യത്തെ ഉടക്കാവും. രണ്ടാമത് ഇവനാണെങ്കിൽ ഇവൻ്റെ പഴയ ബോസിൻ്റെ ഭാര്യയുടെ അടുത്ത് നിന്നിട്ട് ബോസിന് അവിഹിതം ഉണ്ടായിരുന്ന കഥയൊക്കെ പറയും. അങ്ങനെ അവിടെ നിന്നും കുറേ പൈസ ഉണ്ടാക്കിക്കൊണ്ട് അവൻ തിരിച്ച് വീട്ടിലേക്ക് വരും. അത് കഴിഞ്ഞാണ് ആലീസ് പറയുന്നത് അവളുടെ ചേച്ചിയുടെ ആദ്യത്തെ കൊച്ചെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഹസ്ബൻഡിൻ്റെ അല്ല, ആ രഹസ്യം പറഞ്ഞ് അവരുടെ കുടുംബവും കൂടെ കലക്കാന്ന്. അങ്ങനെ ആലീസും ജോണും കൂടെ അതിനുവേണ്ടി അവരുടെ വീട്ടിൽ കയറി ചെന്നെങ്കിലും എന്തൊക്കെയോ അവളുടെ പെങ്ങളെ കാണുമ്പോൾ ഒരു സിമ്പതി തോന്നിയിട്ട് തൽക്കാലം വേണ്ടെന്ന് വെക്കും. പക്ഷേ പിന്നീട് ആലീസ് ആണെങ്കിൽ കിട്ടുന്ന പൈസ കൊണ്ട് തൃപ്തിയല്ലായിരുന്നു. അങ്ങനെ അവളാണെങ്കിൽ ജോണിനോട് പറയും ഇനി ആരെങ്കിലും കൊല്ലാം, അതാകുമ്പോൾ ഒരുപാട് പൈസ ഉണ്ടാക്കാമെന്ന്. അങ്ങനെ ഇവരാണെങ്കിൽ പതിയെ കൊല്ലുന്നവരെ കുഴിച്ചിടാൻ വേണ്ടി കുഴിയൊക്കെ കുത്തിത്തുടങ്ങും. അന്നേരമാണ് ജോണിന് തോന്നി തുടങ്ങുന്നത് ഇവരൊരുപാട് കൈവിട്ടു പോയെന്നും ആലീസ് ആണെങ്കിൽ ഭയങ്കരമായിട്ട് ദുഷ്ടയായിട്ട് വരുവാന്നും. അങ്ങനെ ജോണാണെങ്കിൽ അവിടെ നിന്ന് നേരെ ഡോക്ടറിനെ കാണാൻ പോകും. അവനോട് എന്ന കാര്യം പറയുമ്പോഴത്തേക്കും അവൻ പറയും ഉടനെ തന്നെ ടീപ്പോട്ട് അവൻ്റെ കൊടുക്കുക, ഇല്ലെങ്കിൽ ഇവരുടെ ലൈഫ് ഫുള്ള് കുളമാകുമെന്ന്. പിന്നീട് ആലീസ് നോക്കുമ്പോഴത്തേക്കും ജോണാണെങ്കിൽ ആ പോട്ടുമായിട്ട് ജനലെടുത്ത് ഇരുന്നിട്ട് പറയും ഇവൾ തിരിച്ചു കൊടുക്കാൻ സമ്മതിച്ചില്ലെങ്കിൽ ഇവൻ സ്വയം ഇവിടുന്ന് ചാടി മരിക്കാൻ പോകാമെന്ന്. ആലീസ് അന്നേരം സമ്മതിക്കാതിരിക്കുമ്പോഴത്തേക്കും ഇവനാണെങ്കിൽ അവിടെ നിന്ന് എടുത്തങ്ങ് ചാടും. ആലീസ് പേടിച്ച് ഓടിച്ച് നോക്കുമ്പോഴത്തേക്കും ഇവനാണെങ്കിൽ ആദ്യം ബോധമൊന്നുമില്ലായിരുന്നു. ശരിക്കും അവനാണെങ്കിൽ ഒന്നും പറ്റിയിട്ടില്ലായിരുന്നു. പക്ഷേ അവനാണെങ്കിൽ കണ്ണടച്ച് കിടക്കും. അങ്ങനെ ആലീസ് ആണെങ്കിൽ കരഞ്ഞ് ആ പോട്ട് തിരിച്ച് കൊടുത്തോളാൻ പറയുമ്പോഴത്തേക്കും അവനാണെങ്കിൽ കണ്ണ് തുറക്കും. പക്ഷേ അന്ന് രാത്രി ആറിനെയാണെങ്കിൽ ആ വീട്ടിൽ കയറിയിട്ട് പോട്ട് അടിച്ച് മാറ്റിക്കൊണ്ട് പോകും. പിറ്റേഴ്സ് ഇവരാണെങ്കിൽ ആറിനെ തേടിച്ചെല്ലും. കാരണം ഇവർക്കാണെങ്കിൽ ആ പോട്ട് ഡോക്ടർ ലിങ്ങിന് കൊടുക്കണ്ടായിരുന്നു. അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ജോണും ആർണിയും തമ്മിൽ ഒരു ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കും. പെട്ടെന്നാണ് ബ്രാൻഡി തോക്കുമായിട്ട് വന്ന് ഇവരെ തോക്കിനെ മുന്നിൽ നിർത്തി കൊല്ലുമെന്ന് പറയുന്നത്. ഉടനെ തന്നെ ഹാരി പോട്ടറിൻ്റെ വേഷം കിട്ടിയവർ തോക്കുമായിട്ട് വരികയും അവർ തമ്മിൽ ഒരു ഗൺ ഫൈറ്റ് നടക്കുകയും ചെയ്യും. ഈ സമയം നോക്കി ആലീസും ജോണും കൂടെ ഒളിച്ചിരിക്കും.
പിന്നീട് അനക്കമൊന്നും ഇല്ലാതിരിക്കുമ്പോഴത്തേക്കിന് ഇവരാണെങ്കിൽ എഴുന്നേറ്റ് ചെല്ലുമ്പോഴത്തേക്കിന് അവർ 4 പേരും മരിച്ചിട്ടുണ്ടായിരുന്നു. വലിയൊരു കൺഫൈറ്റ് നടന്നുകൊണ്ട് തന്നെ ആ പോട്ടിൻ്റെ അകത്തുനിന്ന് ഒരുപാട് പൈസ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇവരാണെങ്കിൽ ആ പൈസ മുഴുവൻ കളക്ട് ചെയ്യും. എന്നിട്ട് വെളി വരുമ്പോഴത്തേക്കിനും അവിടെ ഡോക്ടർ ലിങ്ക് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ലിങ്കിന് അവരാണെങ്കിൽ ആ പോട്ട് കൊടുക്കും. ഡോക്ടർ ലിങ്ക് ആണെങ്കിൽ ആ പോട്ട് കൊണ്ട് കടലിൽ ഉപേക്ഷിക്കും. പിന്നീട് ആ കളക്ട് ചെയ്ത് കിട്ടിയ പൈസയാണെങ്കിൽ അവരാണെങ്കിൽ അവരുടെ കൂട്ടത്തിൽ തന്നെ പൈസ ഇല്ലാതെ കഷ്ടപ്പെട്ടുകൊണ്ട് തന്നെ ഫ്രണ്ട്സിന് കൊടുത്ത ശേഷം അവരുടെ ആ പഴയ കാറിൽ ആ സിറ്റി വിട്ടങ്ങ് പോകുമ്പോഴത്തേക്കിനും ഈ സിനിമ അവിടെ അവസാനിക്കും.